ചേച്ചി ചേച്ചി താമസിച്ചോ ചേച്ചി? ഹലോ മക്കളെ. അമ്മ വിളിക്കാമേ. ദാണ്ട ശാരദ ചേച്ചി ജോലിക്ക് വന്നു. ഓ ശാരദേ, എന്ത് ശാരദ താമസിച്ചത്? ഇപ്പൊ ശാരദ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണല്ലോ ശാരദ. വാ. അയ്യോ ചേച്ചി, മോക്ക് നല്ല പനിയായിരുന്നു ചേച്ചി, അതാണ് താമസിച്ചത്. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. എത്തിയപ്പോൾ തന്നെ താമസിച്ചു. അത് സാരമില്ല ശാരദ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, നിനക്ക് എന്നെ അറിഞ്ഞൂടെ? എന്നിട്ടാണോ നീ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇവിടെ ജോലിക്ക് വന്നത്? നീ പൊയ്ക്കോ ശാരദ, ഇന്നത്തെ ജോലി ചേച്ചി ചെയ്തോളാം. ശാരദ പൊയ്ക്കോ. അയ്യോ അത് സാരമില്ല ചേച്ചി, അച്ഛനില്ലാത്ത എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതും അവൾക്ക് ആഹാരം കൊടുക്കുന്നതും എല്ലാം ഇവിടുത്തെ കാരണം കൊണ്ടാണ് ചേച്ചി. ചേച്ചി തന്ന ശമ്പളം കൊണ്ടാണ്. മാത്രമല്ല ശമ്പളത്തിനെക്കാട്ടി കൂടുതൽ ചേച്ചി ഞങ്ങൾക്ക് ഒരുപാട് സഹായിക്കുന്നു. അത് തന്നെ വലിയ പുണ്യമാണ്. ഞാനും എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ശാരദ. എൻ്റെ മക്കൾ ചെറുതായിരുന്നപ്പോൾ ഞാനും എൻ്റെ മക്കളും ഒറ്റയ്ക്കായതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചത്. പിന്നെ എൻ്റെ 2 മക്കളും നല്ല നിലയിലെത്തിയപ്പോഴാണ് ഞങ്ങളിതുപോലെയൊക്കെ ആയത്. സാരമില്ല, നീ പോയിക്കോ. കുഞ്ഞിനെ കുറച്ച് ആഹാരം എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പൈസയും തരാം. നീ പോയിക്കോ ശാരദ, എല്ലാം മാറും. ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക്? എല്ലാം മാറും ശാരദ, സന്തോഷത്തോടെ പോയിക്കോ. ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്നതാണ് ചേച്ചി. അതുകൊണ്ട് നമുക്കൊക്കെ അത് പറയുമ്പോൾ സങ്കടം പ്രയാസം വരും. നമുക്കതിനി അതിലോട്ട് കടക്കണ്ട. മോൻ വിളിക്കുന്നു ശാരദ, നീ ഫുഡും എടുത്ത് ടേബിളിൽ പൈസ ഇരിക്കണം, അതും എടുത്ത് കൊണ്ടുപോകാം. ഞാൻ മോനോട് സംസാരിക്കട്ടെ കേട്ടോ. സന്തോഷത്തോടെ പോയി.